നാവികസേനാ ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് കാംകോയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത അടൂർ സ്വദേശിയായ ബിമലസ് നമ്പൂതിരി എന്ന തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ പക്കൽ നിന്നും നാവികസേനാ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പല സാധന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഖരം കണ്ട് പോലീസിൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് നാവികസേനാ ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് കാംകോയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത അടൂർ സ്വദേശിയായ ബിമലസ് നമ്പൂതിരി എന്ന തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ പക്കൽ നിന്നും നാവികസേനാ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പല സാധന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഖരം കണ്ട് പോലീസിൻ്റെ തന്നെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. ഈ ബാഡ്ജുകളും അതുപോലെ തന്നെ അവരുടെ ഓരോ റാങ്കിന് ഉപയോഗിക്കുന്ന ഈ റാങ്ക് സ്പ്രൈറ്റുകളുണ്ട്. അതായത് ഈ നമ്മുടെ ഷോൾഡറിൽ വെക്കുന്നത്, അങ്ങനെ പല സാധന സാമഗ്രികളും, ID കാർഡ്, അതുപോലെ വാഹനത്തിന് മുന്നിൽ വെക്കുന്ന കൊടി, പിന്നെ അതുപോലെ വാക്കി ടോക്കി, പിന്നെ ഈ സെറിമോണിയൽ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാള് ഉൾപ്പെടെ, യൂണിഫോം ഉൾപ്പെടെ പല സാധനങ്ങളുമാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ശേഖരം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടും. പ്രേക്ഷകർ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും അതുതന്നെയാണ്. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത സാധനങ്ങളാണ്. ക്യാപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പന്തളം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിൽ നിന്നാണ് 15 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തത്. കാംകോയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇയാളുടെ ഭാര്യ മിൽമയിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും വ്യാജമാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ പാലാരിവട്ടം സ്കൈലൈൻ സ്പ്രിംഗ് വില്ലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ നേവി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന യൂണിഫോം ഉൾപ്പെടെയുള്ള ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പല സാധന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് നേവി ഇൻ്റലിജൻസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും പാലാരിവട്ടം പോലീസും സംയുക്തമായി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഏറെ നാളായി ഇയാൾ പല പൊതുപരിപാടികളിലും ചീഫ് ഗസ്റ്റായി പങ്കെടുത്തിരുന്നു. കമാൻഡർ എന്ന പോസ്റ്റാണ് ഇയാൾ അനധികൃതമായി ഉപയോഗിച്ചത്. നേവൽ ബേസിന് തൊട്ടടുത്തുള്ള കടാരി ബാഗിലെ ഒരു ഷോപ്പിൽ നിന്നാണ് ഇയാൾ യൂണിഫോമും അതുപോലെ തന്നെ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഈ സാധന സാമഗ്രികളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാക്കി ടോക്കുകളിൽ പോലും ചില പ്രത്യേക നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇയാൾ നേരത്തെ ബാർക്കിലെ ഒരു ക്ഷേത്രത്തിലെ നമ്പൂതിരിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ഇയാൾ അതിനുള്ളിലെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി ജോലി നോക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ നേവി ഉദ്യോഗസ്ഥരുമായിട്ടും അതായത് ആർമി ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ ഇയാൾക്ക് പരിചയമുണ്ടാകുന്നത്. പിന്നീട് ഇയാൾ ഇവരെയൊക്കെ നിരീക്ഷിച്ച് ഇവരുപയോഗിക്കുന്ന റാങ്കുകൾക്കനുസരിച്ചുള്ള യൂണിഫോമുകളും മറ്റും കണ്ടെത്തുകയും അത് പിന്നീട് ഈ കടാരി ബാഗിലെ ഷോപ്പിൽ വന്ന് വാങ്ങിയെടുക്കുകയുമായിരുന്നു. കൂടാതെ പല ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ബാഡ്ജുകളും മറ്റുമൊക്കെ ഇയാൾ തേവരയിലുള്ള ഷോപ്പിൽ നിന്നും വാങ്ങിയതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം കഴിഞ്ഞ ദിവസം ഇയാളെ കൊണ്ടുപോയി പരിശോധന നടത്തി, അവിടെ തെളിവെടുപ്പും നടത്തി. അതിനുശേഷം ഇയാളെ ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ നേവിയിലേക്കും ജോലി വാഗ്ദാനം ചെയ്ത് വലിയ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അതുമാത്രമല്ല നേവി ഇൻ്റലിജൻസിനും അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നേവി ഇൻ്റലിജൻസ് ഇത്തരത്തിലൊരാൾ ഇങ്ങനെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഈ പരാതിക്കാരനായ കാംകോയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ തട്ടിപ്പിനിരയായ പന്തളം സ്വദേശിയായിട്ടുള്ള RT ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായ യുവാവിനെ കണ്ടെത്തുകയും അയാളെ കൊണ്ട് പോലീസിന് പരാതി നൽകുകയായിരുന്നു. അങ്ങനെ പാലാരിവട്ടം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപിൻ്റെ നേതൃത്വത്തിൽ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്പ്രിംഗ് വില്ലയിൽ പോലീസ് റെയ്ഡ് നടത്താൻ എത്തിയപ്പോൾ ഭാര്യ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാൾ ബൈക്കിൽ സ്ഥലം വിടുകയായിരുന്നു. മാഞ്ഞാലിയിൽ വെച്ച് പോലീസ് പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ പിന്നെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. അതായത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വാങ്ങി വെച്ചിരിക്കുന്ന സാധന സാമഗ്രികളാണ് ഈ യൂണിഫോമും ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ബാഡ്ജുകളും ഒക്കെ എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാളുടെ പക്കൽ നിന്നും 6 വാക്കി ടോക്കികളാണ് പോലീസ് കണ്ടെടുത്തിരുന്നത്. എന്തായാലും വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല സ്ഥലങ്ങളിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രോഗ്രാമിൽ പോലും ഇയാൾ ഗസ്റ്റായി ഈ യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും
അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് നേവി ഇൻ്റലിജൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അതിനെക്കുറിച്ചെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിൽ പാലാരിവട്ടം പോലീസുമായി ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ പന്തളം സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയും കൂടുതൽ തട്ടിപ്പിന് ഇരയായവർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തും എന്നാണ് പോലീസ് കരുതുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.